കണ്ണൂർ പെരളശ്ശേരിയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്കും രോഗിക്കും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ. വാഹനം പരിപൂർണമായി നിയന്ത്രണം വിട്ട് മറിയുന്നു. ആംബുലൻസിൽ തന്നെ ക്യാമറയിൽ പതിഞ്ഞ റോഡിലെ ദൃശ്യമാണ്. നല്ല വേഗതയിലാണ്. സാധാരണ നിലയിൽ ആംബുലൻസുകൾ വലിയ വേഗതയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ആ വേഗതയിൽ ഒരു ഭാഗത്തേക്ക് ആദ്യം ഒന്ന് പാളിപ്പോകുന്നു വാഹനം. പിന്നീട് അതിനെ നേരെയാക്കാൻ ഡ്രൈവർ ശ്രമിക്കുന്നതായ ദൃശ്യങ്ങൾ മനസ്സിലാകുന്നു. പിന്നീട് വാഹനം നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുകയാണ്. കണ്ണൂർ പെരളശ്ശേരിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അപകടത്തിൽ ഡ്രൈവർക്കും രോഗിക്കും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിക്കും പരിക്കേറ്റു എന്നതാണ് വിവരം. ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, ഇവരുടെ പരിക്ക് എങ്ങനെയാണ്? ഗൗരവമുള്ളതാണോ? എപ്പോഴായിരുന്നു? എങ്ങനെയായിരുന്നു അപകടം? രതീഷ, നിസ്സാര പരിക്ക് മാത്രമാണ് ഈ ഡ്രൈവർക്കും രോഗിക്കും, ഈ ആംബുലൻസിലെ രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാരനായ ഒരാൾക്കും ഉണ്ടായതെന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇത് മട്ടന്നൂരിൽ നിന്നും കണ്ണൂർ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി വരുന്ന വഴിയിലാണ് പെരളശ്ശേരിയിൽ വെച്ച് ഈ അപകടം സംഭവിച്ചത്. ഈ ആംബുലൻസ് വേഗതയിൽ വരുന്ന സമയത്ത് റോഡിലേക്ക് ഒരു ഇരുചക്ര വാഹനം കയറി വന്നു. അപ്പോൾ ആംബുലൻസ് വെട്ടിച്ച സമയത്താണ് ആംബുലൻസിന് നിയന്ത്രണം വിടുകയും കുറച്ചു ദൂരം മുന്നോട്ട് പോവുകയും അവിടെ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്തത്. ആ സമയത്ത് മുൻപിൽ മറ്റ് കാറുകൾ ഉണ്ടായിരുന്നു. ആ കാറുകൾ ഇടിക്കുകയും ചെയ്തു. ആ കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ്.